നമസ്കാരം. നമ്മളുടെ വീടുകളിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കണം. നമ്മളുടെ സംസ്ഥാനത്തെ ഏകദേശം 27 ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകരെ ബാധിക്കും. കാരണം കർഷകർക്ക് ഇനി അടുത്ത ഗഡു ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYC ഒന്നുകൂടി ചെയ്യാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തെ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യാൻ. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ചെയ്യാൻ സാധിക്കും. ചില അക്ഷയ കേന്ദ്രങ്ങൾ CSC കൂടി രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കാം. ഇനി ഇതൊന്നുമല്ല, നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായിട്ടുള്ള PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഫോണിൽ ഉണ്ടാവണം. പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ടെക്നിക്കലായിട്ട് ഒരുപാട് എററുകൾ വരുന്നുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നമ്മളുടെ വിശദാംശങ്ങളൊക്കെ കൊടുത്ത് KYC ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ലാഗ് അനുഭവപ്പെടുന്നു, എറർ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്കെല്ലാം ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് ചെയ്യാം. അല്ലാത്തവർക്ക് ഫോൺ വഴി ഈ രീതിയിൽ അല്പം കാത്തിരുന്ന് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. ബയോമെട്രിക് സംവിധാനം വഴി, അതല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴി ഈ രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കുകയും ചെയ്യാം. അപ്പോൾ തുടർന്ന് ഓരോ ധനസഹായവും ലഭിക്കുന്നതിന് വേണ്ടി കർഷകർ ഈ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി മുൻപ് വാട്സപ്പിലൂടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, ജൂൺ മാസം 30 മുൻപ് ഇത് പൂർത്തിയാക്കണമെന്ന്. എന്നാൽ ആ സമയത്ത് ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് ചെയ്യാത്തവരെല്ലാം ഇനിയും ചെയ്യാനുള്ള സമയമുണ്ട്. ഇതിന് അവസാന തീയതി ഒന്നും ആയിട്ടില്ല. കാരണം PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുന്നതിന് മുൻപ് വരെ, ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുന്നതിന് 1-2 ആഴ്ച മുൻപ് വരെയൊക്കെ നമുക്കിത് ചെയ്താലും കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡേറ്റയിലെല്ലാം ഇത് അപ്ഡേഷൻ ആയിക്കോളും. അതുകൊണ്ട് തന്നെ തുക തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ സമയവും സാഹചര്യവും ഒക്കെ നോക്കി നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ നമ്മളുടെ ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കർഷകരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ഇപ്പോഴും സാധ്യമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കല്ല ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. 2018 കൃഷിഭൂമി ഉണ്ടാകണം. ആ കൃഷിഭൂമി ഇപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാകണം. 2018 കരമടച്ച രസീതിൻ്റെ ഒരു കോപ്പി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ, അതായത് പുതിയ സാമ്പത്തിക വർഷത്തെ അല്ലെങ്കിൽ 2025 കരമടച്ച രസീതിൻ്റെ പകർപ്പ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത്. അതുകൊണ്ട് ആധാർ ഡീറ്റെയിൽസ് വേണം, റേഷൻ കാർഡ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റും ഇതിനു വേണ്ടി ആവശ്യമാണ്. അപ്പോൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത, അതായത് ചില കർഷകരൊക്കെ ഇപ്പോഴും അപേക്ഷ വയ്ക്കാത്തവരുണ്ട്. കാരണം മുൻപ് ചിലരൊക്കെ വാട്സപ്പ് വഴിയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു, നമ്മൾ ഈ പദ്ധതിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കൃഷിഭൂമി പിന്നീട് വിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധ ധാരണകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പലരും ആ സമയത്ത് അപേക്ഷ വെക്കാൻ സാധിക്കാതെ വന്നവരുണ്ട്. അങ്ങനെയുള്ളവർ കൂടി ഒരു അവസരമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില സമയത്ത് നമ്മുടെ സൈറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റാണ്, ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിദിനം ഉപയോഗിക്കുന്ന സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് എററായി മാറാൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.